ഹായ് ഈ ഒരു വ്ളോഗിനകത്ത് ഞാൻ വാങ്ങിയൊരു പുതിയ ഡയറി, നോട്ട് എ ഡയറി നോട്ട് എ ജേർണൽ, അങ്ങനത്തെ ഒരു സാധനം, ക്രിയേഷൻ പ്ലസ് റൈറ്റിംഗ്, അതാണ് ഇതിലുള്ളത്. കൂടാണ്ട് കുറച്ച് തോട്ട്സ്, മെമ്മറീസ്, ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതിന്റെ അകത്ത് ഒരു 1-2 സ്റ്റിക്കേഴ്സ് അല്ലാണ്ട് വേറൊരു കാര്യങ്ങളും പുറത്തൊന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ സപ്ലൈസസ് ഒന്നും യൂസ് ചെയ്യാത്ത ജേർണൽ ഡയറി ആണിത്. ഇവിടെ ഒരു 10 പേജസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം 10 പേജസിൻ്റെ അകത്തും ഫേവറേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പല കാര്യങ്ങളുമാണുള്ളത്. അതിൽ 10ാമത്തെ പേജ് ഓൺവേർഡ്സ് ഡയറി കാര്യങ്ങളായിരിക്കും എഴുതുക. ഇങ്ക് ടു സീ, തോട്ട് ടു ഹിയർ. ഈ ഒരു കോട്ട് അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും ഫേവറേറ്റ് ഒന്നാണ്. കാരണം ഇതിന്റെ മലയാളം എന്ന് പറയുന്നത് ഇതും കടന്നു പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ, ഒന്നെങ്കിൽ സാഡ് ആയിക്കോട്ടെ, ഹാപ്പി ആയിക്കോട്ടെ, ഏത് സമയമാണെങ്കിലും അത് അപ്പം തന്നെ ഉള്ളതാണ്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല. അതെന്തായാലും കടന്നു പോകും. ഇതൊരു ആൻഷ്യൻ പേർഷ്യൻ പ്രോവർബ് ആണ്. ഇതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു സിംപ്ലിസിറ്റി ആണ് ഇതിന്റെ മെയിൻ ആക്കി കാട്ടുന്നത്. കാരണം ഇത് പറയാനും ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര മീനിങ് ഫുൾ ആണ്. ലൈഫിന്റെ ചില ഭാഗത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു കോട്ടില്ലേ, ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആർസെൽസ്. നമ്മളെ അടുത്തേക്ക് ഹാപ്പിനെസ് ആയിട്ട് ഒരാൾ വരുമൊന്നുമില്ല. നമുക്ക് കിട്ടേണ്ട ഹാപ്പിനെസ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മൾ റീൽസ് കാണുമ്പോഴൊക്കെ ചിരിക്കാറില്ലേ? നമ്മൾ ഉള്ളിനുള്ളിൽ നിന്ന് വന്നിട്ട് ചിരിക്കുന്നത് അതും വേറൊരാൾ കാണിച്ചു തന്നിട്ട് ഒരു ചിരിക്കുന്നത് കണ്ടിച്ച് നമ്മൾ ചിരിക്കുന്നതും രണ്ടല്ലേ? ഇപ്പോൾ ശരിക്കുള്ള സന്തോഷം വരുന്നത് നമ്മളുള്ളിൽ തന്നെയാണ്. അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം. നമുക്ക് വേണ്ട സന്തോഷം നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ആ ലൈഫിൽ തന്നെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല സ്ഥലത്ത് പോയിട്ടുണ്ടാവും, പലതും അനുഭവിച്ചിട്ടുണ്ടാവും. ലൈഫും സെയിം ആയിട്ടും പോകുന്നില്ല. ഓരോരുത്തരുടെ ലൈഫിലും പല പല കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാവർക്കും പറയാൻ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറീസ് ആയിരിക്കും ഉണ്ടാവുക. ഹാപ്പിനെസ്സും സാഡ്നെസ്സും പല ടൈപ്പ് ഓഫ് ഇമോഷൻസും നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവോ, എന്തെങ്കിലും ലെസൺസ് ഉണ്ടാവോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ലൈഫ് ഫുൾ ആവുള്ളൂ. പരിശ്രമം കൊണ്ട് വിജയിച്ച കുറെ ആൾക്കാരുണ്ട്. നമുക്കൊരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ അതിന് പ്രാക്ടീസ് വേണം. അതേപോലെ നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഹാർഡ് വർക്ക് വേണം. ഇതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ മേക്ക് യുവർ ലൈഫ് ബെറ്റർ. അല്ലാണ്ട് എനിക്കൊരു കഴിവുമില്ല, ഇനി ആരും അറിയൂല, ആ ഒരു സംഭവത്തിൽ നിന്ന് മാറി നിൽക്കുക. കുറച്ച് പോസിറ്റീവ് എനർജിയിലേക്ക് കിടക്കുക. ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചെയ്യുക. ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഓരോ തിങ്സും ഓവർ തിങ്ക് ചെയ്ത് പിന്നെ സെൽഫ് ഡൗട്ടും ബോണസ് ആയിട്ട് എടുത്ത് നിനക്കറിയാലോ നിന്റെ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് മറ്റുള്ളവരെയൊക്കെ ഭയങ്കര ചീർ ചെയ്യാൻ നോക്കും. പക്ഷേ നിന്നെയോ നോബഡി കെയർസ് അബൌട്ട് യു. ചില ദിവസങ്ങളൊക്കെ ഭയങ്കര ചില്ലിങ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര സാഡ് ആയിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈഫ് അല്ലേ, അത്രേ ഉള്ളൂ. ലൈഫാണ്. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നോബഡി ടു സേ ദീസ് ടു യു. പക്ഷേ ടേക്ക് യുവർ ടൈം, ബ്രീത്ത്. ഇത്രയൊക്കെ പറഞ്ഞത് കുറെ കോട്ടുകളും കുറച്ച് മോട്ടിവേഷനുകളും ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് പോവാം. ഈ ഒരു 10th സ്റ്റാൻഡേർഡ് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫുൾ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ്. ഇതൊന്നും എടുത്തുകൂടി പോവാത്തല്ലേ ഞാൻ. ഒരാത്തതിന് കൊറോണ അയച്ച വെറും 4 മാസേനു 10th സ്റ്റാൻഡേർഡ് കിട്ടിയത്. എനിക്കും തന്നെ ഞങ്ങൾ 3 ബാച്ചാക്കി, ABC. ഞങ്ങൾ 6 ഗേൾസും ഓരോ ബാച്ചിൽ 2 ആളെ വെച്ചിട്ടായി. ക്ലാസ്സൊക്കെ ഫുൾ ഷഫിളായിട്ട്. ഈ സ്കൂൾ ലൈഫ് ഞാൻ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയാൻ പറ്റുന്നത് 8th to 10th വരെയായിരുന്നു. ഇതിൽ 8th സ്റ്റാൻഡേർഡ് ലാസ്റ്റിലേക്കായിട്ട് കൊറോണ വന്ന് 9th ഫുള്ള് പോയി. 10th വെറും 4 മാസം. ആദ്യമൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പിന്നെ കണ്ടപ്പോൾ ഭയങ്കര ചടപ്പായി. പിന്നെ എല്ലാവരും ഭയങ്കര കമ്പനി ആയപ്പോഴത്തേക്കും ഇത് കഴിയുമ്പോൾ അവരൊന്നിനെ കാണാൻ പറ്റൂലോ എന്നുള്ളൊരു ഇതായിരുന്നു. EHS ആയതുകൊണ്ട് തന്നെ പോളിയിലേക്ക് ഡയറക്റ്റ് കയറുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചത് പോളിയിലേക്ക് തന്നെ പോവാന്ന് തന്നെയായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പോളി പോണ്ട, അതിന് പകരം +2 എടുത്തിട്ട് പിന്നെ പോളിയിലേക്ക് കയറാന്ന്. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട്. വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ഇങ്ങനെ അലറി കരയുന്നുണ്ട്. രണ്ടും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് കഥ കേൾക്കേ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ 10th എനിക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് പാസ് ആവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങളൊരു ബാച്ചിന്റെ അകത്ത് പറഞ്ഞാൽ കുറച്ച് ട്രേഡുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും വലിയ ലോ ട്രേഡിലേക്കൊന്നും പോയില്ല. എല്ലാവരും അത്യാവശ്യം നല്ല പഠിപ്പിച്ച് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു വാശിപ്പുറത്തൊരു ട്രൈ ചെയ്തതാ. ഞങ്ങൾക്കാണെങ്കിൽ 11 സബ്ജക്റ്റിനും ബയോളജി, മലയാളം സെക്കൻഡും ഹിന്ദിക്കും പകരം ബാക്കി 4 സബ്ജക്റ്റുകളുണ്ട്. പക്ഷെ ഇപ്പം അതിലുള്ള NSQF കുറഞ്ഞിട്ട് 10 സബ്ജക്റ്റ് തന്നെ ആയിട്ടുണ്ട്. ഒരിക്കലും എക്സാമിന് പോലും മര്യാദയ്ക്ക് കോപ്പടിക്കാനും പോലും പറ്റൂല. ഇനിയും വിട്ട് ഇരിക്കണം. ഒരു ബെഞ്ച് കഴിഞ്ഞാൽ കുറെ അപ്പുറത്തേക്ക് മറ്റേ ബെഞ്ച്, അങ്ങനെയൊക്കെ ഇനിയും. വിചാരിച്ചൊരു സബ്ജക്റ്റിന്
A+ഉം വിചാരിക്കാത്തൊരു സബ്ജക്റ്റിനായി പോയി കുറയുകയും ചെയ്തത്. ആ സബ്ജക്റ്റിന്റെ പേപ്പർ ആണെങ്കിൽ ഒരു 10 എടുത്തിട്ടും ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ തന്നെയൊക്കെ ട്രൈ ആക്കിയിട്ടുണ്ടേനും എഴുതിയിട്ടും ഉണ്ടേനും. ഇന്നും 10th ബാച്ചായിട്ട് ഭയങ്കര കമ്പനിയൊക്കെ തന്നെയാണ്. ഒരു 94 ബോയ്സും 6 ഗേൾസും ആയിരുന്നു ഞങ്ങള്. ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര ഫ്രീ മൈൻഡും കുറെ പ്രശ്നങ്ങൾ ഉണ്ടേനും, പക്ഷെ അല്ലാണ്ട് തന്നെ വലിയ ബോറായിട്ടൊന്നും ആരും ഇല്ലേനും. ഇതിലൊരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം പറയാം. ഗെയിം കളിക്കുന്നതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് എന്ന്. ഞാൻ ഗെയിം കളിക്കലില്ല ഗൈസ്. എനിക്കാണെങ്കിൽ തന്നെ കിച്ചന്റെ വല്ല ഗെയിംസ്, ഈ കുക്കിംഗ്, ബർഗർ ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിസ്സ അങ്ങനത്തെ ഒക്കെ. എനിക്ക് കാൻഡി ക്രഷ് ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. പിസ്സ ഡെലിവറി, കൊറിയൻ ടൈപ്പ് ചെറിയ ചെറിയ ക്യൂട്ട് കവായ് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, കുക്കിംഗ് മാമ, യൂനോ, ലുഡോ അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് എടുത്താ പൊന്താത്ത കാര്യമൊക്കെ തലയിലെടുത്ത് വെച്ചിട്ട് എന്തിനാ. എന്റർടൈനിങ്ങിനാണെങ്കിൽ നമുക്ക് പറ്റുന്നത് കളിച്ചാൽ പോരെ, വെറുതെ ഓവർ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമല്ല അത്. എനിക്ക് ഇപ്പൊ ഗെയിംസേ ഇല്ല, എനിക്കിപ്പോ ഗെയിംസ് കളിക്കുന്നതും ഇഷ്ടമല്ല. 4th ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞുതരാം. ഗെയിം ടൈം കുറച്ചിട്ട് എങ്ങനെയാ ജേർണൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന്. ഏതൊരാൾക്കും ഒരു സാധനം കിട്ടുമ്പോഴുള്ള ഹൈപ്പൊന്നും പിന്നെ ഉണ്ടാവില്ല. അതിപ്പോ എന്തും ആയിക്കോട്ടെ, നമ്മളത് വാങ്ങും, കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് മടുക്കും. നമുക്ക് മാറും മറക്കും മരിക്കും എന്ന് പറയുന്ന മാതിരി സമയം വരെ എല്ലാം ഭയങ്കര സംഭവിക്കും. അത് കഴിഞ്ഞാൽ പുതിയതൊന്ന് കിട്ടുന്ന സമയത്ത് നമ്മൾ പഴയതിനെ മറക്കും. ഉപയോഗിച്ച് അതിനോടൊരു മടുപ്പ് വരും. ഉപയോഗിക്കാണ്ട് ഒരു പെട്ടിയിൽ വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സമയത്താണെങ്കിലും നമുക്ക് അതിനോടൊരു മടുപ്പ് വയ്ക്കും. ഇതേപോലെ തന്നെയൊക്കെ തന്നെയാണ് ഒരു ഫോണ് വാങ്ങുന്ന സമയത്തുള്ളതൊന്നും നമുക്ക് കുറെ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. സ്വന്തമായിട്ടൊരു ഫോണ് കിട്ടുന്നവരെ ഭയങ്കര സംഭവിക്കും. പക്ഷെ സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിനോടൊരു മടുപ്പേ തോന്നുള്ളൂ. ഫോണിലേക്ക് ഒരു അഡിക്റ്റ് ആവാന്ന് പറയുമ്പോൾ അതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നതിനെ കൊണ്ട് അതിനൊരു ഫ്രീ ടൈം കൊടുത്ത് ചെയ്യാനുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഒന്ന് എടുത്ത് ബാക്കി കാര്യങ്ങളിലേക്കും കൂടെ ഒന്ന് നോക്കിയാൽ ഫോണിനൊന്നും ഒരു ഫ്രീ ആവും. എനിക്കെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു മടിയാണെങ്കിലും അത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളാക്കുകയും വേണം. അത് ചെയ്ത് എങ്ങനെയെങ്കിലും കഴിയണം എന്നുള്ളൊരു വാശി വയ്ക്കും. എന്തായാലും നമ്മൾ സ്ക്രീൻ ടൈം ഒന്നും കുറയ്ക്കാൻ നമ്മളല്ലാണ്ട് വേറെ ആരും പരിശ്രമിച്ചിട്ടും കാര്യമില്ല. കുറച്ച് ബുക്സ് വായിച്ചിട്ടും ചിലപ്പോൾ വ്ളോഗ്സ് കണ്ടാൽ തന്നെ കുറെയൊക്കെ മൈൻഡ് റിലീഫ് ആവും. പിന്നെ കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളിലേക്ക് കിടക്കുക, എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്വന്തം സെൽഫ് ലവ്, മറ്റേ ലവ് എന്നൊക്കെ പറയുന്ന നേരത്ത് സെൽഫ് മോട്ടിവേഷൻ എന്ന് കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര പൊട്ടിക്കരഞ്ഞാലും ആരുടെ എന്തൊക്കെ കാര്യം പറഞ്ഞാലും ലാസ്റ്റ് നമ്മൾ ഓക്കെ ആവുന്നത് നമ്മൾ വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആവാൻ നോക്കുക. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഫേസ് ചെയ്യാൻ നോക്കുക. സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതേമാതിരി SSLC കുട്ടികളോട് എന്താ പറയാനുള്ളത് എന്ന്. കളിക്കേണ്ടത് കളിക്കുകയും ചെയ്യണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യണം. ഈ ഒരു ലൈഫ് ഇനി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. കളിക്കേണ്ട അത്രയും കളിച്ചോ, പക്ഷേ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുക. ഫ്ലെക്സിൽ ഫോട്ടോ വരണം എന്നൊക്കെ ചിന്തിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സിന്റെ ഒക്കെ ശരിക്കുള്ള ഫേസ് നിങ്ങൾക്ക് അപ്പം കാണാം. ഈ ചിരിച്ച് കളിച്ച് നടക്കുന്നവർക്ക് ആ സമയത്ത് നല്ല മാർക്ക് ഉണ്ടാവും. കോപ്പി അടിച്ചിട്ടാണെങ്കിലും ഒരു നല്ല രീതിക്ക് പാസ്സാവും. നിങ്ങൾ പഠിക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഒരു ചിലപ്പോൾ പറയുന്നുണ്ടാവുക പഠിക്കൂലെന്നും പഠിക്കുന്നില്ലാന്നും ഈ പഠിക്കല്ലേന്നൊക്കെ ആയിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം നിങ്ങളെ വിന്ന് പറയുന്നത് നിങ്ങളെ മാത്രമാണ്. അത്രയും പരിശ്രമിച്ചിട്ടാണെങ്കിലും നല്ലൊരു ലൈഫും മെയിൻറ്റെയിൻ ചെയ്യുക. അതേമാതിരി നല്ല മാർക്കിന് വേണ്ടിയിട്ടും പരിശ്രമിക്കാം. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ മെച്ചുവേർഡ് ആയിട്ട് തന്നെ കാണും. ഫസ്റ്റ് ടേം എക്സാംസ് ആവുന്നതേ ഉള്ളൂ. അതിന്റെ റിസൾട്ട് വന്നിട്ട് ശ്രദ്ധിക്കുക ഏതിനൊക്കെ മാർക്ക് കുറവുള്ളതൊന്നും. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി പരിശ്രമിക്കാം. സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട, പക്ഷെ മനസ്സിലാക്കി പഠിക്കാം. ഇപ്പൊ ഒരു സ്റ്റഡി വ്ളോഗ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്നതല്ല. പക്ഷെ ഒരു 2 ടിപ്പ് പറഞ്ഞുതരാം. ഇംഗ്ലീഷും മലയാളവും ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിക്കലും കൂടി ഇല്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഉണ്ടാവുക. ഒരു 2-3 മാർക്സ് കുറഞ്ഞ അത്രേ ഉള്ളൂ. ആ ബുക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഒരാഴ്ചയോ 2 ആഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ഫുൾ ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കഥ എനിക്ക് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ കഥ അങ്ങനെ തന്നെ എനിക്കറിയാം. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വലിയ ടിപ്പ് തന്നെയും. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്ക് പഠിക്കാൻ നോക്കുക. ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റ് ചാപ്റ്ററും എല്ലാവർക്കും നല്ല ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഈ നടുക്ക് കിടക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്നും തീരെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് നിന്ന് എടുത്തത് പറയുമ്പോൾ നമ്മൾ റീസെന്റ് കേട്ട കാര്യങ്ങളേക്കും. അതുകൊണ്ട് ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് 1, 2, 3 ചാപ്റ്റേഴ്സ് ഒക്കെ എന്തായാലും നല്ല ഓർമ്മയിൽ ഉണ്ടാവാൻ മതി. ഉണ്ടാവാത്ത ആൾക്കാരാണെങ്കിൽ ഫോണിലൊന്നും നോക്കി പഠിക്കാണ്ട് അത്യാവശ്യം സ്വയം വായിച്ചു തന്നെ പഠിക്കാം. മാത്സിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കേനും, പക്ഷെ ഈ അപ്പപ്പ പഠിക്കുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ബാക്കി സബ്ജക്റ്റ് ഒക്കെ മിക്കതും വായിച്ച് അങ്ങനെ തന്നെ പഠിച്ചിട്ടൊക്കെയാണ് പോവല്. വായിക്കാനും ചെറിയ നോട്ടുകൾ ഉണ്ടാക്കാനും ശ്രദ്ധിക്കാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാ നന്നാക്കുക എന്ന്. ഇത് വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും. ഇതിനൊരു 5 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം.
ഇൻ്റെ ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് ഒരു ടൈപ്പ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് അല്ല ഉള്ളത്. ഒരു 10-15 വയ്ക്കൂല. ഇത് എഴുതി തന്നെ ഉണ്ടാക്കിയതാണ്. മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ. മലയാളത്തിനാണെങ്കിൽ 2 ലൈനുള്ള ബുക്ക് വാങ്ങിയിട്ട് അത്യാവശ്യം 2 ലൈനിലും ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതി പഠിക്കുക. ഇംഗ്ലീഷിനാണെങ്കിൽ 4 ലൈനിൻ്റെ അകത്ത് എഴുതി പഠിക്കുക. അത് കേഴ്സീവ് ആണെങ്കിൽ അതിൽ തന്നെ കാലിഗ്രഫിയും പഠിക്കാൻ പറ്റും. പിന്നെ ഒരു പേപ്പറിൻ്റെ അകത്ത് സ്ക്രിബിൾ ചെയ്ത് പഠിക്കാം. ഭയങ്കരമായിട്ട് കുത്തി വരഞ്ഞിട്ട് തന്നെ പഠിക്കാം. ഇത് കൈക്കൊരു എക്സസൈസ് ആണ്. നമ്മളെ കൈ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി നമ്മൾ ഫോൺ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിട്ട് വരും. സർക്കിൾ, ട്രയാങ്കിൾ തുടങ്ങിയിട്ട് എല്ലാ ഷേപ്സും വരച്ച് പഠിക്കാം. ചെറുതാക്കി എഴുതി പഠിച്ചാൽ മതി. ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് ആദ്യം എഴുതി പഠിക്കാൻ ശ്രമിക്കാം. എല്ലാം ഒരേ ലൈനും ഷേപ്പും അതേമാതിരി ഒരേ സൈസും മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് നല്ല വ്യത്യാസം വരും. പിന്നെ കുറച്ച് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. എനിക്കെന്ന് പറഞ്ഞാൽ ഇത്തിരി വൃത്തികേടായിട്ട് തന്നെ ഉണ്ടെങ്കിലും ഞാൻ ആ പേജ് ഫുള്ള് പിച്ചിട്ട് ഒന്നും കൂടി എഴുതും. ഈ 5 ടിപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ 5 ടിപ്സ് പറഞ്ഞുതരാം. പെന്നാണെങ്കിലും പെൻസിലാണെങ്കിലും റൈറ്റ് ആയിട്ടാണോ പിടിക്കുന്നത് എന്ന് നോക്കാം. ഇതിന്റെ ഒരു പൊസിഷനും ഗ്രിപ്പും കറക്റ്റ് ആണെങ്കിൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവും. ഇപ്പൊ അതൊരു കാക്കേന്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ. മാത്രമുള്ളതല്ലോ പ്രകൃതി. അപ്പൊ ഓക്കെ. സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാല് ഭയങ്കര സ്ലോ ആയിട്ട് എഴുതി പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കൺസിസ്റ്റന്റ് ആവുക ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം എന്നുള്ള കാര്യത്തിൽ. ഞാൻ അത്യാവശ്യം കുറെ എഴുതും. കഥയായിട്ടും കവിതയായിട്ടും അങ്ങനെയൊക്കെ കുറെ എഴുതും. അതേമാതിരി ഡയറീസ്, ജേർണൽസ് ഒക്കെ എഴുതുന്നതുകൊണ്ട് ആദ്യം എഴുതലും ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ ഞാനൊരു 4th വരെ CBSE ആയിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ CBSE ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അവിടെ കേരള സിലബസ് ആക്കിയതാണ്. ഹാൻഡ് റൈറ്റിംഗ്, ഡിസിപ്ലിൻ, മാനേഴ്സ് ഇതൊക്കെ ഭയങ്കര സീരിയസ് തന്നെയായിരുന്നു. അപ്പോൾ ഡെയിലി ഞങ്ങൾക്ക് അവിടെ കോപ്പി ചെയ്തിട്ട് വെക്കാനുണ്ടാവും. അവിടെ എന്നെ 4th പഠിപ്പിച്ചൊരു മിസ് ഉണ്ടായിരുന്നു, മലയാളം അനു മിസ് എന്ന് പറഞ്ഞിട്ട്. ഈ മിസ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അച്ചടിച്ച മാതിരിയാണ്. അപ്പൊ അത് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാനും എന്റെ മലയാളം ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ ആക്കി കൊണ്ടുവന്നതാണ്. അതേപോലെ എന്റെ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗിനാണെങ്കിൽ ഞാൻ 5th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എന്റെ ലൈഫിൽ എന്റെ മോട്ടിവേഷൻ. കാരണം നമ്മളെ ചീറപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ ഉള്ളൂ. അതേപോലെ തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഒരാളെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ അതേമാതിരി എഴുതാൻ പറ്റും. ഇപ്പൊ എന്റെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് എന്റെ ഫ്രണ്ട് ഷെതേന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ തന്നെയാണ്. +2 ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ആണോള്. അപ്പോൾ കോപ്പി ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഒരാളെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ഒരാളെ ഭയങ്കരമായിട്ടും വിലയിരുത്തും. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇതിൽ എനിക്ക് പറയാൻ അത്യാവശ്യം നല്ല കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഈ റീസെന്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടിരിക്കുകയാണ്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഭയങ്കര പ്രതീക്ഷയോടൊന്നും കോളേജിലേക്ക് പോകണ്ട. കാരണം കോളേജ് എന്ന് പറയുന്നത് തന്നെ വേറെ കാര്യങ്ങളാണ്. ഇനി 2, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. അതിനെ പറ്റിയിട്ട് നല്ലോണം അറിഞ്ഞിട്ട് അതെടുക്കാൻ ശ്രമിക്കുക. ചെന്ന പാട് തന്നെ ഭയങ്കരമായിട്ട് ഓരോരുത്തരുമായിട്ട് ക്ലോസ് ആവാൻ നിൽക്കണ്ട, തുറന്ന് പറയാൻ നിൽക്കണ്ട. ഇതുവരെ കണ്ട ആൾക്കാരെ പോലെ ഒന്നും ഇരിക്കൂല കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ. നമ്മളെക്കാളും ഏജും എക്സ്പീരിയൻസും ഉള്ളവരുണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. നാട്ടുമ്പുറത്തൊക്കെ മതിലയാടി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ ടീംസ് സിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റും. അവരുമായിട്ട് നമ്മളെ സ്വഭാവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നല്ല ആൾക്കാരോട് നോക്കിയിട്ട് കൂട്ടുവിടുക. നോണ, കെണി, പരദൂഷണം എന്ന് പറഞ്ഞിട്ട് കുറെ ടീംസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വഴിയേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ കാണുന്ന ആൾക്കാരെ ഫേസസ് ഒന്നും വെക്കൂല. സെക്കൻഡ് ഇയർ ആവുമ്പത്തേക്ക് കാണാം. ഷോ ഇറക്കാനോ അല്ലാതെ കുറച്ച് ടീം കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീംസ്, പാവം പിടിച്ച കുറച്ച് ടീംസ്, അല്ലാണ്ട് അല്ലാതെ ചില്ലറ കുറച്ച് ആൾക്കാർ. ഇങ്ങനെയൊക്കെ ആയിരിക്കും കോളേജിൽ പോയാൽ കാണാൻ പറ്റുക. നമ്മളെ സ്വഭാവവും നമ്മളെ പറ്റിയിട്ട് ഇതുവരെ അറിയാത്ത ആൾക്കാർ കടന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഓരോ നമുക്കും അറിയില്ല, നമ്മളെ പറ്റിയിട്ട് ഓർക്കും അറിയില്ല. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതുവരെയൊക്കെ കേട്ടവരും പോയിട്ട് ഇനിയും കൊണ്ട് ചാടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ ശിവ ശിവ പറഞ്ഞിട്ട് ഇരിക്കാം. ഞാൻ ഈ ഇരിക്കുന്ന പോലെ. ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഇല്ലേനും എനിക്കിതൊന്നും ആക്സെപ്റ്റും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാനും ഇതൊക്കെ കേൾക്കാൻ ചെവിയുള്ളതുകൊണ്ട് ഇനിയും പോയി കൊണ്ട് ചാടണ്ട. ഇപ്പൊ ഒന്നും സത്യം പറഞ്ഞാൽ ഈ 2025 ഇനി അങ്ങോട്ടും ആയിക്കോട്ടെ ഒരാളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. നല്ല ആൾക്കാരെന്ന് പറയുന്നത് ചുറ്റിലും സ്റ്റാർസ് ഒക്കെ ഉണ്ടെങ്കിലും വാൽനക്ഷത്രത്തിനൊക്കെ എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ. ഇതുപോലെയായിരിക്കും കോളേജിൽ പോയാൽ കാണുന്ന നല്ലൊരാളെന്ന് പറയുന്നത്. ജെന്യൂൻ ആയിട്ട് വിശ്വസിക്കാനും നമ്മളോട് അതേപോലെ നിൽക്കുന്ന ആൾ അങ്ങനെ ഒരാളെ ഉണ്ടാവുള്ളൂ. ടീനേജിന്റെ അകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അഡ്വൈസ് ഒന്നും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കുറെ റിഗ്രറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ ചെയ്തു നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരേ ഉണ്ടാവുള്ളൂ. ഏതൊരു പ്രശ്നത്തിന്റെ അവസാനവും നിങ്ങളെ കൂടെ നിൽക്കുക അവരേക്കും. പാരന്റ്സ് ആയിട്ട് നല്ലോണം കണക്റ്റഡ് ആവാൻ നോക്കുക. കറന്റ് സിറ്റുവേഷൻ ബോർ ആണെങ്കിൽ ഇന്റെ വ്ളോഗ്സ് എടുത്ത് കാണാം. ഹിയർ ഫോർ യു. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.